പ്രധാന വാർത്തകൾ. യേശുക്രിസ്തുവിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം ലോകം ശ്രദ്ധിക്കപ്പെട്ട രക്തസാക്ഷിത്വമാണ് ചെഗുവേരയുടേതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ സുധാകരൻ. പോലീസ് സ്ത്രീകൾക്കായി പരാതി അദാലത്ത് നടത്തുന്നു. ഒറ്റപ്പാലം പോലീസിന്റെ വനിതാ സെൽ നടത്തിയ അദാലത്തിൽ 16 പരാതികൾക്ക് പരിഹാരം. UP സ്കൂളിനെ ഹൈസ്കൂളാക്കി ഉയർത്തി. വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആവശ്യത്തിന് ക്ലാസ് മുറികളുമില്ല, അടിസ്ഥാന സൗകര്യവുമില്ല. കൃഷിസ്ഥലത്ത് വെള്ളത്തെ ചൊല്ലി തർക്കം. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണയിൽ സ്ത്രീയുടെ കൈ തല്ലിയൊടിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. യേശുക്രിസ്തുവിന്റെ രക്തസാക്ഷിത്വത്തിനു ശേഷം ലോകം ശ്രദ്ധിക്കപ്പെട്ട രക്തസാക്ഷിത്വമായിരുന്നു ചെഗുവേരയുടേതെന്ന് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ സുധാകരൻ. ഡിവൈഎഫ്ഐ കാർൽമണ്ണയിൽ സംഘടിപ്പിച്ച ചെഗുവേരയുടെ 46ാം രക്തസാക്ഷിത്വ ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രക്തസാക്ഷിത്വത്തിന്റെ കാര്യത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട രക്തസാക്ഷിത്വമാണ് ചെഗുവേരയുടെ. യേശുക്രിസ്തുവിന്റേതും രക്തസാക്ഷിത്വം തന്നെയാണ്. നിലവിലുള്ള സാമൂഹിക ഘടനയ്ക്കെതിരായ പരിവർത്തനത്തിന്റെ സന്ദേശമാണ് യേശുക്രിസ്തുവും ഉയർത്തിപ്പിടിച്ചത്. ചെഗുവേരയും അത്തരത്തിൽ തന്നെയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് കെ സി നാരായണൻകുട്ടി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി എം സിജു, CB രവിശങ്കർ, MR രാജേഷ്, മുസ്തഫ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. സ്ഥലപരിമിതിയാൽ വീർപ്പുമുട്ടുകയാണ് വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂൾ. കഴിഞ്ഞ വർഷമാണ് വല്ലപ്പുഴ GUP സ്കൂളിനെ ഹൈസ്കൂളാക്കി ഉയർത്തിയത്. എന്നാൽ ഹൈസ്കൂളിന് വേണ്ട ക്ലാസ് മുറികളോ മറ്റടിസ്ഥാന സൗകര്യങ്ങളോ ഇവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. RMSA പദ്ധതി പ്രകാരമാണ് വല്ലപ്പുഴ GUP സ്കൂളിനെ കഴിഞ്ഞ വർഷം ഹൈസ്കൂളാക്കി ഉയർത്തിയത്. UP വിഭാഗത്തിൽ 13ഉം ഹൈസ്കൂൾ വിഭാഗത്തിൽ 5ഉം ഡിവിഷനുകളാണ് നിലവിൽ ഇവിടെയുള്ളത്. എന്നാൽ ഹൈസ്കൂളാക്കി ഉയർത്തി എന്നല്ലാതെ ഇതിനുവേണ്ട കെട്ടിടമോ മറ്റു സൗകര്യങ്ങളോ ഇവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. നിലവിൽ UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി 600ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. UP സ്കൂളിന്റെ തന്നെ കെട്ടിടത്തിലാണ് ഹൈസ്കൂൾ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം PTA-യും നാട്ടുകാരും കൂടി സ്വരൂപിച്ച തുക വിനിയോഗിച്ചാണ് ഹൈസ്കൂൾ വിഭാഗത്തിന് ആവശ്യമായ ബെഞ്ചും ഡെസ്കും വാങ്ങിയത്. ജില്ലാ പഞ്ചായത്തും സഹായങ്ങൾ നൽകി. സ്കൂളിൽ പുതിയ കെട്ടിടമാണ് ഇപ്പോൾ അനിവാര്യമായിരിക്കുന്നത്. കഞ്ഞിപ്പുര, കുടിവെള്ളം എന്നിവയുടെ കാര്യത്തിലും സ്കൂൾ അധികൃതർ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പഞ്ചായത്തും മറ്റും ഇടപെട്ട് മുടക്കമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ സഹായങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ സ്കൂളിന്റെ വികസനം സാധ്യമാകൂ എന്ന് PTA പ്രസിഡന്റ് മുകുന്ദൻ പറയുന്നു. കഴിഞ്ഞ വർഷം RMSA പദ്ധതി പ്രകാരം ഹൈസ്കൂളായി ഉയർത്തിയെങ്കിലും ഹൈസ്കൂൾ എന്ന നിലയിൽ യാതൊരു പരിഗണനയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. എങ്കിലും UP സ്കൂളിൽ സൗകര്യം ഉള്ളതുകൊണ്ട് ഹൈസ്കൂൾ ഒരുവിധം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോവുകയാണ്. ആദ്യം ബെഞ്ച്, ഡെസ്ക്, അങ്ങനെ പല പ്രശ്നങ്ങളും, കുട്ടികളുടെ ഭൗതിക സാഹചര്യങ്ങളിൽ നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് PTA നാട്ടിലിറങ്ങി പിരിച്ച് 1 ലക്ഷം രൂപയുടെ ബെഞ്ചും ഡെസ്കും ഉണ്ടാക്കേണ്ടി വന്നു. പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഡെസ്കും ബെഞ്ചും ഈ അടുത്ത കാലത്ത് കിട്ടി. ജില്ലാ പഞ്ചായത്ത് ബാത്റൂം സൗകര്യം ഏർപ്പെടുത്തി തന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും 600 കുട്ടികളോളം പഠിക്കുന്നുണ്ട് ഈ വിദ്യാലയത്തിൽ. ഈ വിദ്യാലയത്തിൽ പ്രധാന പ്രശ്നം കഞ്ഞിപ്പരയാണ്. പണ്ട് UP സ്കൂൾ ഉണ്ടായിരുന്ന കാലത്ത് പോലും ഒരു കഞ്ഞി വെക്കാനുള്ള സൗകര്യം ഇല്ലാത്ത രീതിയിലുള്ള ഒരു കഞ്ഞിപ്പരയാണ് ഇപ്പോഴും ഈ 600 കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്ത് അതുപോലെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു പ്രധാന കാര്യം കഞ്ഞിപ്പരയാണ്. പിന്നെ കുടിവെള്ള പ്രശ്നം നല്ലുണ്ട്. ഞങ്ങൾക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസങ്ങളിൽ കുടിവെള്ള പ്രശ്നം നല്ലൊരു രൂക്ഷമാണ്. ഒറ്റപ്പാലത്തെ പോലീസിന്റെ വനിതാ സെൽ വിഭാഗം സ്ത്രീകൾക്കായി അദാലത്ത് സംഘടിപ്പിച്ചു. സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങളിൽ അടിയന്തര പരിഹാരം കാണുക എന്നതാണ് അദാലത്തിന്റെ ലക്ഷ്യം. 16 പരാതികൾ അദാലത്തിൽ തീർപ്പാക്കി. നേരത്തെ പരാതി നൽകിയതിൽ ഭൂരിഭാഗവും സ്വത്ത് തർക്കവും ഭൂമി പ്രശ്നങ്ങളുമായിരുന്നു. ഭർത്താവിൽ നിന്നും പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന പരാതി അദാലത്തിലെത്തി. 100ഓളം പേരാണ് വനിതാ പോലീസ് സംഘടിപ്പിച്ച പരാതി പരിഹാര അദാലത്തിലെത്തിയത്. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ P. പാറുകുട്ടി അദാലത്തെ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ DSP K. ആന്റണി അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങളിൽ അടിയന്തരമായി പരിഹാരം കാണുക എന്നതാണ് അദാലത്തിലൂടെ ലക്ഷ്യമിടുന്ന DYSP പറഞ്ഞു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MR മുരളി, ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ S. സെൽവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം O. സുലീഖ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K. ഭാസ്കരൻ, M. നഫീസ, K. ശ്രീവത്സൻ, അസിസ്റ്റന്റ് കളക്ടർ കാർത്തികേയൻ, ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSP വിജയപ്പൻ എന്നിവർ സംസാരിച്ചു. എവിടെയെങ്കിലും സ്ത്രീകൾക്ക് ചെന്ന് ധൈര്യമായിട്ട് അല്ലെങ്കിൽ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി പരാതി നൽകാൻ സാധിക്കുമോ എന്നുള്ള സംശയം നമ്മളിൽ എല്ലാവർക്കും ഉണ്ട്.
പക്ഷെ അതൊക്കെ മാറ്റി അതൊക്കെ എവിടെയും എപ്പോഴും ചെത്താം, എവിടെയും നല്ല രീതിയിലുള്ള ചികിത്സ കിട്ടും എന്നുള്ളതിന്റെ ഒരു അടയാളം കൂടിയാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മറ്റ് വിവിധങ്ങളായ പ്രശ്നങ്ങളും നമുക്കറിയാം. അതിന്റെ കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇന്ന് നമ്മളിപ്പം ടിവിയിലും മറ്റും ചാനലിലും അത് എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. കൃഷിസ്ഥലത്തെ വെള്ളം തുറന്നുവിട്ടതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ സ്ത്രീയുടെ കൈ തല്ലി ഒടിച്ചതായി പരാതി. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ അനിയാരത്ത് പരമേശ്വരനാരുടെ ഭാര്യ ശ്രീദേവി അമ്മയുടെ കൈക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച വൈകിട്ട് ഒറ്റപ്പാലം പനമണ്ണ പാടശേഖരത്തിൽ വരുന്ന കൃഷിസ്ഥലത്ത് ഞാറ് പറിക്കുന്നതിനായി വെള്ളം കെട്ടി നിർത്തിയിരുന്നു. ഇത് സമീപത്തെ കൃഷിയുടമ തുറന്നുവിട്ടതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. തർക്കം രൂക്ഷമായതോടെ പരമേശ്വരൻ നായരെ കൃഷിയുടമ അസഭ്യം വിളിച്ചതായും ഇവർ പറയുന്നു. തുടർന്ന് സമീപത്തെ കൃഷിയുടമയുടെ സഹോദരൻ വടി ഉപയോഗിച്ച് തലക്കടിക്കാൻ ശ്രമിച്ചു. ഇത് തടയുമ്പോഴാണ് കൈക്ക് അടിയേറ്റതെന്ന് ശ്രീദേവി അമ്മ പറയുന്നു. തിങ്കളാഴ്ച വൈകിട്ട് കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച ശ്രീദേവി അമ്മയുടെ കൈയിൽ പൊട്ടിയിട്ടുണ്ട്. ഇവർ പോലീസിൽ പരാതി നൽകി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന കുടുംബശ്രീ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ പഞ്ചായത്തുകൾക്ക് മുന്നിൽ കുടുംബശ്രീ പ്രവർത്തകർ സമരം നടത്തി. പട്ടാമ്പിയിൽ വിളയൂർ, മുദ്ദല എന്നിവിടങ്ങളിലായിരുന്നു സമരം നടന്നത്. വിളയൂർ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ നടന്ന സമരം CPM ഏരിയ കമ്മിറ്റി അംഗം M. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KV ഗംഗാധരൻ, കൃഷ്ണകുമാരി, P. ഷാജി, ശശി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇഴചേർന്ന് പ്രവർത്തിക്കുന്ന കേരളത്തിലെ സ്ത്രീകളുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തെ തകർക്കുന്ന തെറ്റായ സമീപനങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ച ചികിത്സാ ധനസഹായങ്ങൾ വിതരണം ചെയ്തു. പട്ടാമ്പി വില്ലേജ് ഓഫീസിൽ നടന്ന ചടങ്ങ് CP മുഹമ്മദ് MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിലെ 150ഓളം കുടുംബങ്ങൾക്കായി 15 ലക്ഷത്തോളം രൂപയാണ് സഹായമായി നൽകിയത്. ഒറ്റപ്പാലം തഹസിൽദാർ ജോയ് തോമസ്, പട്ടാമ്പി വില്ലേജ് ഓഫീസർ M. ഉണ്ണികൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. അമ്മമാര്, വിധവകള്, ഇങ്ങനെ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കാണ് ഈ ധനസഹായം നൽകി വരുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 14 ജില്ലകളിലും നടത്തിയ ബഹുജന സമ്പർക്ക പരിപാടിയിൽ അപേക്ഷ കൊടുത്തവര്, MLA മുഖേന മുഖ്യമന്ത്രിക്ക് ഇതുപോലെ അപേക്ഷ നൽകിയവര്, ദേശീയ കുടുംബ സഹായ നിധിയിൽ നിന്നുള്ള ധനസഹായം, ഇവയെല്ലാമാണ് ഇന്ന് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രക്രിയയല്ല. ഓരോ തവണ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴും ഏറ്റവും ചുരുങ്ങിയത് 50 പേർക്കെങ്കിലുമുള്ള അപേക്ഷ ഞാൻ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. സർക്കാർ സ്ഥാപനമായ ബുക്ക് മാർക്കിന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് പുസ്തകമേള സംഘടിപ്പിക്കും. വ്യാഴാഴ്ച മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതാണ് പുസ്തകമേള. സബ്സിഡി നിരക്കിൽ മേളയിൽ നിന്നും പുസ്തകങ്ങൾ ലഭിക്കും. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, സർവ്വവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട്, സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, പുരാരേഖാ വകുപ്പ്, ചലച്ചിത്ര അക്കാദമി, പ്രസ് അക്കാദമി, ഫോക്ലോർ അക്കാദമി, കേരള കലാമണ്ഡലം തുടങ്ങി സർക്കാർ സാംസ്കാരിക വകുപ്പുകൾ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ പുസ്തകമേളയിൽ പ്രദർശിപ്പിക്കും. സർക്കാർ സബ്സിഡി നിരക്കിൽ പുസ്തകങ്ങൾ വാങ്ങാമെന്നും ബുക്ക് മാർക്ക് മെമ്പർ സെക്രട്ടറി ബാബു കുഴിമറ്റം ഒറ്റപ്പാലത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 10,000 ടൈറ്റിലുകൾ. ഇപ്പൊ നമ്മളിവിടെ 46,000 ടൈറ്റിലാണ് ഇപ്പോ ബുക്ക് മാർക്ക് മൊത്തത്തിൽ വിതരണം ചെയ്തത്. വ്യാഴാഴ്ച രാവിലെ നഗരസഭാ ചെയർപേഴ്സൺ P. പാറുക്കുട്ടി പുസ്തകമേള ഉദ്ഘാടനം ചെയ്യും. കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ KK സുന്ദരേശൻ ആദ്യ ഗ്രന്ഥം ഏറ്റുവാങ്ങും. ബുക്ക് മാർക്ക് സംഘാടകർ കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ KK സുന്ദരേശൻ ആദ്യ ഗ്രന്ഥം ഏറ്റുവാങ്ങുമെന്നും ബുക്ക് മാർക്ക് സംഘാടകർ പറഞ്ഞു. ബിന്ദു ദിവാകരൻ, ഷാബു പുനലൂർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുപ്പശ്ശേരി സർക്കാർ ആശുപത്രിയുടെയും സ്റ്റാർ ഓഫ് 26 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ പ്രമേഹരോഗ ചികിത്സാ ക്യാമ്പ് നടത്തി. ചെറുപ്പശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രമേഹരോഗത്തെക്കുറിച്ചും രോഗലക്ഷണങ്ങളെക്കുറിച്ചും ഹെൽത്ത് ഇൻസ്പെക്ടർ ശങ്കരനാരായണൻ ക്ലാസ് എടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ O. ചന്ദ്രൻ, രാമകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് എന്നിവർ സംസാരിച്ചു. രക്താർബുദ ബാധയെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കാർലമണ്ണ പൂവത്തിങ്കൽ സബിതയുടെ ചികിത്സാ ധനസഹായ നിധിയിലേക്ക് സ്റ്റാർ ഓഫ് 26 ക്ലബ്ബ് സമാഹരിച്ച തുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി. 2013-2014 സാമ്പത്തിക വർഷത്തെ മണ്ണറക്കാട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലേബർ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. റഫീഖ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ഗ്രാമസഭാ ഫെസിലിറ്റേറ്റർമാർക്കുള്ള പ്രത്യേക പരിശീലനവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. അഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. രാജു, ജോയിന്റ് BDO തോമസ്, മുൻ BPO ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ചളവറ ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവം നടത്തിപ്പിനുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം വ്യാഴാഴ്ച പഞ്ചായത്ത് ഹാളിൽ ചേരുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. യേശുക്രിസ്തുവിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം ലോകം ശ്രദ്ധിക്കപ്പെട്ട രക്തസാക്ഷിത്വമാണ് ചെഗുവേരയുടേതെന്ന് സിക്കിം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK സുധാകരൻ. പോലീസ് സ്ത്രീകൾക്കായി പരാതി അദാലത്ത് നടത്തുന്നു. ഒറ്റപ്പാലം പോലീസിന്റെ വനിതാ സെൽ നടത്തിയ അദാലത്തിൽ 16 പരാതികൾക്ക് പരിഹാരം.
UP സ്കൂളിനെ ഹൈസ്കൂളാക്കി ഉയർത്തി. വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആവശ്യത്തിന് ക്ലാസ് മുറികളുമില്ല, അടിസ്ഥാന സൗകര്യവുമില്ല. കൃഷിസ്ഥലത്ത് വെള്ളത്തെ ചൊല്ലി തർക്കം. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണയിൽ സ്ത്രീയുടെ കൈ തല്ലിയൊടിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.